ഇപ്പോൾ നമ്മൾ ജമ്മുവിലെ കട്ര റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. റെയിൽവേ സ്റ്റേഷൻ നല്ല വൃത്തിയുള്ളതായിരുന്നു. ഞാൻ ചുറ്റുപാടും ഒന്ന് നടന്നു നിരീക്ഷിച്ചു നോക്കി. കൂടെയുള്ളവരാണ് ഈ കളിക്കുന്നത്. അവർ ബീരങ്കി കളിക്കുകയായിരുന്നു. ഇതൊക്കെ യാത്രയിലെ ഞങ്ങളുടെ കൂട്ടുകാരാണ്. കൂട്ടത്തിൽ കസിൻസും ഉണ്ട് കേട്ടോ. നമ്മൾ കട്ര റെയിൽവേ സ്റ്റേഷനാണിത്. എല്ലാവരും വിശ്രമത്തിലാണ്. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ലഗേജ് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. ചെക്കിങ് കഴിഞ്ഞ് വന്ദേ ഭാരത് പ്ലാറ്റ്ഫോമിലേക്കുള്ള വഴിയിലാണിത്. ഇടയ്ക്കൊന്ന് ക്യാമറ തിരിഞ്ഞു പോയിട്ടോ. അനിയത്തിയാണ് മുമ്പിൽ. ആ നിർത്തിയിട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള വന്ദേ ഭാരതാണ്. ഞങ്ങൾ വന്ദേ ഭാരതിൽ കയറി. ഞങ്ങളുടെ സീറ്റ് നമ്പർ 25, 26 ആയിരുന്നു. അനിയത്തിയും ഉപ്പയുടെ മടിയിലായിരുന്നു അനിയത്തി ഇരുന്നത്. ഞാൻ ഉമ്മയുടെ മടിയിലുമായിരുന്നു ഇരുന്നത്. വന്ദേ ഭാരത് ഒരു ചെറിയ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ്. ഇടയ്ക്കിടെ അതിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് നിന്ന് ഒരു സെൽഫി ഞാൻ ഒപ്പിച്ചു. ഇതാ ഇപ്പോൾ തുരങ്കത്തിനുള്ളിലൂടെയാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാ പുറത്തെത്തി കഴിഞ്ഞു. വന്ദേ ഭാരതിൽ യാത്രക്കാർക്ക് ഹിന്ദി ഭാഷയിൽ വിവരിക്കുന്നുണ്ടായിരുന്നു. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ചെനാബ് നദിക്ക് കുറുകെയുള്ള പാലമാണ് ചെനാബ് റെയിൽവേ പാലം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പാലമാണ് ചെനാബ് പാലം. 1315 മീറ്റർ നീളത്തിൽ നദീ തടത്തിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിൽ ആർച്ച് മാതൃകയിലാണ് പാലം. ഇതിലെ യാത്രക്കാർക്കെല്ലാം കുടിവെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. പുറത്ത് നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. വന്ദേ ഭാരതിൽ നല്ല സുഖയുള്ള യാത്രയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. Ladies and gentlemen, we are now on bridge. At 359 meters above the riverbed, it's taller than the Eiffel Tower and spans 1,350 meters. This robust structure can withstand extreme size. പുറത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു. Enjoy this historic moment. ഇടയ്ക്ക് മഴ ചാറാൻ തുടങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു. കാശ്മീർ വൈബ്. കോട്ടിട്ടത് കൊണ്ട് അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ യാത്ര ചെയ്ത വന്ദേ ഭാരതാണിത്. വന്ദേ ഭാരത്. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്, ഹോട്ടൽ കാലറൂസ്. ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് ദാൽ ലേക്കിന് സമീപം ബുച്ചാവറ എന്ന സ്ഥലത്തായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ റൂം നമ്പർ 307 ആയിരുന്നു.
കാശ്മീരിലെ നമ്മുടെ റൂമാണിത്. പുറത്തേക്ക് വൈബൊന്നും ഇല്ലെങ്കിലും ബെഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കിട്ടി. 2 ബെഡുണ്ട്, പിന്നെ ടോയ്ലറ്റ്.